ഹലോ ഫ്രണ്ട്സ്, പായസം ഇല്ലെങ്കിൽ പിന്നെ അതെന്ത് സദ്യ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പരിപ്പ് പായസം അഥവാ പരിപ്പ് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇവിടെ 3/4 ഗ്ലാസ് കടലപ്പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു അരമണിക്കൂർ നേരം കുതിർത്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നാൽ അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലെ പകുതി എമൗണ്ട് ഓഫ് പരിപ്പ് നമ്മൾ മാറ്റിയിട്ട് എടുത്തു വയ്ക്കാം. എന്നിട്ട് ബാക്കി പകുതി വീണ്ടും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ഗ്ലാസ് പരിപ്പിലേക്ക് ഏകദേശം 3/4 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് അവിടെ വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് ഇവിടെ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മുതൽ 4 വിസിൽ വരെ ഞാനിവിടെ എടുക്കുന്നുണ്ട്. കാരണം അത് കുറേ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത പരിപ്പല്ല, നമ്മളൊരു ഹാഫ് ആൻ അവർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 3 പേരിലും ശർക്കരയുടെ എമൗണ്ടാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ശർക്കര പാനിയുടെ ആ രൂപത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. എന്നിട്ടൊരു പാനിലേക്ക് നമ്മൾ ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത്, നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ അരിയുന്ന പോലെ തേങ്ങാക്കൊത്ത് എടുക്കുക. പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒരു ബ്രൗൺ കളർ വരുന്ന വരെ. അതിലേക്ക് നമ്മൾ വീണ്ടും മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നട്ട്സൊക്കെ നന്നായി ഫ്രൈ ആയി വരുന്നു. അപ്പോൾ ഏകദേശം ഇതാണ് അവസ്ഥ. ഈ ഒരു രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പാനിൽ നിന്നെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് പാനിലേക്ക് വെച്ച് തിളപ്പിക്കാവുന്നതാണ്. കാരണം ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രൂപമാവണം, നന്നായി ഉടയേണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രൂപമാകുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ശർക്കര പാനിയാണ്. മൊത്തമായിട്ട് ഇപ്പോൾ ഒഴിക്കണമെന്നില്ല, മധുരത്തിനനുസരിച്ച് പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ഒന്ന് 5 മിനിറ്റ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 1 മുറി തേങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം 5-10 മിനിറ്റ് തിളപ്പിക്കണം, നന്നായി ഒന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വീണ്ടും തേങ്ങയുടെ 1ാം പാൽ, കട്ടിപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കുക. 2ാം പാൽ ചേർത്തതിന് ശേഷം നിങ്ങൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ആ പാൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം രൂപം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതിലേക്ക് 1 സ്പൂൺ നെയ്യും പിന്നെ ചുക്കും 4 ഏലക്കായും കൂടി പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ ഈ പായസം ഒന്ന് അടച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് ഈ ഏലക്കായുടെ ആ മണമൊക്കെ അതിലേക്ക് ഇറങ്ങി പായസത്തിന് നല്ലൊരു സ്മെല്ല് വരുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്ര കൺസിസ്റ്റൻസിയാണ് നല്ലത്. കാരണം ഇത് കുറച്ച് നേരം കൂടി ഒരു ഹാഫ് ആൻ അവറും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടിയായി മാറും. അപ്പോൾ അടിപൊളി പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഓൾ.